CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. EP ജയരാജൻ്റെ പുസ്തകത്തിന് ഒരു കള്ളൻ്റെ ആത്മകഥ എന്നാണ് പേരിടേണ്ടിയിരുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുകയാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ജയരാജനെ കൊണ്ട് കോടതിയിൽ മറുപടി പറയിപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. ഫോൺ വിളിച്ചാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവുമെന്ന് തിരിച്ചറിയുന്ന പ്രത്യേക യന്ത്രം ജയരാജൻ്റെ കയ്യിലുണ്ടോ എന്നും ശോഭ ചോദിച്ചു. EP ജയരാജൻ്റെ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളൻ്റെ ആത്മകഥ എന്നായിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. EP ജയരാജനെ കാണാൻ രാമനിലയത്തിൽ പോയിരുന്നു എന്ന പ്രസ്താവന ശോഭാ സുരേന്ദ്രൻ ആവർത്തിക്കുകയും ചെയ്തു. 3 തവണ രാമനിലയിൽ പോയിരുന്നു. ഒരു തവണ പോയത് EP ജയരാജനെ കാണാനാണ്. അന്ന് 24 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ EPയുടെ കഴുത്തിൽ BJPയുടെ ഷോൾ വീഴുമായിരുന്നുവെന്നും ശോഭ പറയുന്നുണ്ട്. മാനനഷ്ട കേസിൽ EP ജയരാജനെ കോടതിയിൽ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. തൻ്റെ ആത്മകഥയിൽ ശോഭാ സുരേന്ദ്രനെതിരെ ജയരാജൻ ആരോപണം ഉന്നയിച്ചിരുന്നു. തൻ്റെ മകനെ BJP സ്ഥാനാർത്ഥിയാക്കാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമം നടത്തി എന്നുള്ളതായിരുന്നു ആത്മകഥയിൽ പറഞ്ഞത്. എറണാകുളത്ത് വെച്ച് മകനെ പരിചയപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങി നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നും EP ജയരാജൻ പറയുന്നുണ്ട്. EP ജയരാജൻ്റെ ആത്മകഥ ഇതാണെൻ്റെ ജീവിതം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നത്. EP ജയരാജൻ്റെ പുസ്തകത്തെക്കുറിച്ച് കേട്ടപ്പോൾ തൻ്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ആകെ 3 തവണ മാത്രമാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത് എന്നും താൻ വെറുതെ റൂം ബുക്ക് ചെയ്യുന്ന ഒരാളല്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതിലൊന്ന് EP ജയരാജനെ കാണാനാണ് എന്നും അവർ വ്യക്തമാക്കി. ഒരു കാര്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടം വേണമെന്നും ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആലോചിച്ചതിന് ശേഷം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ശോഭ പറയുന്നുണ്ട്. തൻ്റെ പഴയ വാർത്താ സമ്മേളനം കേട്ടാൽ അറിയാം. ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയ അന്ന് രാമനിലയത്തിലെ തൊട്ടടുത്ത മുറിയിൽ മന്ത്രി രാധാകൃഷ്ണനും പോലീസ് ഓഫീസർമാരും ഉണ്ടായിരുന്നു. മന്ത്രിയുടെ മുറിയോട് ചേർന്നായിരുന്നു EP താമസിച്ചിരുന്ന മുറി. രാധാകൃഷ്ണനെ കവർ ചെയ്ത് പുറത്തിറങ്ങി വരാനാവില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് താൻ പുറത്തിറങ്ങി നോക്കിയത്. ആകെ 3 വട്ടമാണ് താൻ രാമനിലയത്തിൽ പോയിട്ടുള്ളത്. അതിലൊന്ന് EP ജയരാജനെ കാണാനായിരുന്നുവെന്നും ശോഭ പറയുന്നു. കോടതിയിൽ ജയരാജനെ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കും. ഇതുവരെ EP ജയരാജൻ നട്ടലുള്ളവരോട് മുട്ടിയിട്ടില്ല. തനിക്ക് EP ജയരാജൻ്റെ പുസ്തകത്തിലെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടം വേണ്ടേ? ജീവിതത്തിൽ ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. പാർട്ടി യോഗം ചേർന്ന് ചോദ്യം ചെയ്ത് പിണറായി വിജയൻ മാറ്റി നിർത്തിയ ശേഷമാണ് ജയരാജൻ നിഷ്കളങ്കനാണ് എന്ന് പറയുന്നത്. ബാക്കി പൂരിപ്പിക്കാനുണ്ടല്ലോ. 24 മണിക്കൂർ കഴിഞ്ഞിരുന്നുവെങ്കിൽ EPയുടെ കഴുത്തിൽ തങ്ങളുടെ കുങ്കുമഹരിത പതാക വീഴുമായിരുന്നു. ആടിനെ പട്ടിയാക്കി മാറ്റുന്നവരാണ് CPM. അത്തരക്കാർക്കിടയിൽ വയസ്സങ്കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള EPയുടെ ശ്രമം അവഗണിക്കപ്പെടേണ്ടതായിരുന്നുവെന്നും ശോഭ പറഞ്ഞു.